ഒരു സ്വിച്ചിൽ മാജിക് പോലെ തെളിയുന്ന ലൈറ്റ്, കറങ്ങുന്ന ഫാൻ, AC, പലതരം മെഷീനുകൾ, അങ്ങനെ ധാരാളം വൈദ്യുത ഉപകരണങ്ങളിലാണ് ഇന്ന് നമ്മുടെ ജീവിതം. ഒരു ദിവസം ഇലക്ട്രിസിറ്റി ഇല്ലാതായാൽ അത് എത്രത്തോളം പ്രയാസകരമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ജീവിതം വൈദ്യുതിക്ക് എത്രത്തോളം അടിമപ്പെട്ടു പോയി എന്ന്. ഏകദേശം 270 വർഷം പഴക്കമുള്ള ഇന്നത്തെ ഈ വൈദ്യുത ലോകത്തിന് പിന്നിൽ വളരെ രസകരമായ ചരിത്രമാണുള്ളത്. പ്രമുഖ ശാസ്ത്രജ്ഞനും അമേരിക്കയുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സിൽ ഒരാളുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നടത്തിയ കൈറ്റ് എക്സ്പെരിമെന്റ് ആണ് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. വൈദ്യുതിക്ക് പോസിറ്റീവ് എലമെന്റ്സും നെഗറ്റീവ് എലമെന്റ്സും ഉണ്ടെന്നും ഈ എലമെന്റ്സിന് ഇടയിലൂടെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നതുമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ആണ്. ഇടിമിന്നലും ഇത്തരം ഒരു വൈദ്യുതി പ്രവാഹമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1752 കൈറ്റ് സ്ട്രിങ്ങിൽ ഒരു കീ ഘടിപ്പിച്ച് അദ്ദേഹം നടത്തിയ കൈറ്റ് എക്സ്പെരിമെന്റിലൂടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും ഇടിമിന്നലും ഒന്നാണെന്ന് അദ്ദേഹം തെളിയിച്ചു. കൈറ്റ് സ്ട്രിങ് വഴി അദ്ദേഹത്തിന് ഷോക്ക് ഏറ്റെങ്കിലും തന്റെ ഐഡിയ ശരിയാണെന്ന് ഫ്രാങ്ക്ലിൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. സർ തോമസ് ബ്രൗൺ, വില്യം ഗിൽബർട്ട് എന്നീ 2 ശാസ്ത്രജ്ഞരാണ് ഇലക്ട്രിസിറ്റി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് ശേഷം ഓയിൽ ലാമ്പിനും ഗ്യാസ് ലാമ്പിനും പകരം ആളുകൾ ഇലക്ട്രിസിറ്റിയുടെ പവർ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. ഇന്നും പവർ പ്ലാന്റുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 1831 മൈക്കൽ ഫാരഡെ കണ്ടെത്തിയ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു കോപ്പർ വയറിലൂടെ കാന്തം കടത്തിവിട്ടാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഫാരഡെ ആണ്. ഈ ഒരു പ്രിൻസിപ്പിളിനെ ആധാരമാക്കിയാണ് ഇലക്ട്രിക് മോട്ടറും ജനറേറ്ററും നിർമ്മിച്ചത്. ഇലക്ട്രിക് മോട്ടറിൽ വൈദ്യുതി ചലനമാക്കുകയും ജനറേറ്ററിൽ ചലനം വൈദ്യുതി ആക്കുകയുമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഭൗതിക ശാസ്ത്രജ്ഞരിലെ മഹത് വ്യക്തിത്വമായ തോമസ് ആൽവ എഡിസനാണ് ഇലക്ട്രിക് ലൈറ്റ് നിർമ്മിച്ച് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചത്. ആദ്യത്തെ ഇൻകാൻഡസന്റ് ഇലക്ട്രിക് ലൈറ്റ് ബൾബ് അദ്ദേഹം നിർമ്മിച്ചത് 1879 ഇപ്പോഴും അത്തരം ബൾബ് ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഈ കണ്ടുപിടുത്തത്തോടു കൂടി ഇല്ലാതായത് ഗ്യാസ് ലൈറ്റിംഗ് ഇൻഡസ്ട്രിയാണ്. ഒപ്പം അമേരിക്കയുടെ എല്ലാ കോണിലും വെളിച്ചം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ബൾബുകൾ നിർമ്മിക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനുമായി അദ്ദേഹം സ്വന്തമായി ഒരു കമ്പനി സ്ഥാപിച്ചു. ആദ്യകാലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സമയത്ത് തന്നെ ആ വൈദ്യുതി ഉപയോഗിക്കേണ്ടിയും വന്നിരുന്നു. കാരണം വൈദ്യുതി സംഭരിക്കുക എന്നത് ചിലവേറിയ ഒരു കാര്യമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. 1900 തുടക്കത്തിൽ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും വൻതോതിലുള്ള കാര്യക്ഷമത കൊണ്ടുവരാൻ അമേരിക്കൻ പൗരനായ സാമുവൽ ഇൻസൂൾ ശ്രമിച്ചു. ഇതിനോടനുബന്ധിച്ച് ചെറിയ ജനറേറ്ററുകളെ എല്ലാം ഏകീകരിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ജനറിക് ഇലക്ട്രിക് എന്ന കമ്പനി നിർമ്മിച്ച കൂടുതൽ കാര്യക്ഷമമായ ജനറേറ്റർ ഉപയോഗിക്കാനും തുടങ്ങി. കസ്റ്റമേഴ്സിന്റെ എണ്ണവും അവരുടെ ആവശ്യങ്ങളും വർദ്ധിച്ചതോടെ സാമുവൽ പുതിയ ഇലക്ട്രിസിറ്റി പ്രൈസിംഗ് പ്ലാൻ നടപ്പാക്കി. അതിലെ ഒരു സ്കീം എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള കസ്റ്റമേഴ്സ് മിനിമം ചാർജിനൊപ്പം അഡീഷണൽ ഫീസ് അടയ്ക്കണം എന്നതായിരുന്നു. ക്രമേണ കൽക്കരി മുതൽ ഫ്യൂൽ ഓയിൽ വരെയുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വരെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇത് പുറന്തള്ളപ്പെടുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവിലും കാർബൺ ഫുട് പ്രിന്റിന്റെ അളവിലും വർധനമുണ്ടാക്കാൻ കാരണമായി. ഇതേ സമയം തന്നെ വിൻഡ് പവർ, ഹൈഡ്രോ പവർ തുടങ്ങിയ റീന്യൂവബിൾ എനർജിയുടെ ഉപയോഗത്തെക്കുറിച്ചും ലോകം ചിന്തിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ 1900കളുടെ തുടക്കം മുതൽ തന്നെ ഇവ രണ്ടും ഉപയോഗത്തിലുണ്ടായിരുന്നു. എങ്കിലും 1930കൾക്ക് ശേഷം ഹൂവർ ഡാം നിർമ്മിച്ചത് മുതലാണ് ഹൈഡ്രോ പവർ കാര്യമായി പ്രയോജനപ്പെടുത്തി തുടങ്ങിയത്. 50കൾക്ക് ശേഷമാണ് വിൻഡ് പവർ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയത്. വൈദ്യുതിയുടെ എല്ലാ സാധ്യതകളും ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വൈദ്യുതി ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കാകുമോ?